എല്ലാ ദിവസവും അതിരാവിലെ ദൈവത്തിൻ്റെ തിരുവചനം ഭാഗ്യവചനധാരയായി നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. ഭാഗ്യവചനധാര എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന തിരുവചന സന്ദേശങ്ങൾ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വന്ദനം. യേശു എന്ന വിലയുള്ള നാമം, പ്രിയ സഹോദരങ്ങളെ, യേശുവിന്റെ നാമത്തിന്റെ വില നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ കൊടുക്കേണ്ടി വന്നാലും അത് നമ്മൾ സ്വന്തമാക്കും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും യേശുവിനെ ആവശ്യമുണ്ട്. യേശുവിന്റെ സ്നേഹത്തെ, യേശുവിന്റെ നാമത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന ഉത്തരവാദിത്വം ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. കാരണം യേശുവിന്റെ നാമത്തിൽ മാത്രമാണ് വിജയമുള്ളത്. യേശുവിന്റെ നാമത്തിന് മാത്രമാണ് നമുക്ക് ശാശ്വതമായ ഒരു പരിഹാരം നൽകുവാൻ കഴിയുന്നത്. ഇന്ന് മനുഷ്യൻ വിലയുള്ളത് എന്ന് കരുതുന്ന സ്വർണത്തെക്കാൾ എത്രയോ വിലയുള്ളതാണ് യേശുവിന്റെ നാമം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യൻ യേശുവിനെ നേടിയാൽ മാത്രമേ അവന് സ്വർഗരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. ജോബിന്റെ പുസ്തകം 22:25 സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയുമാകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കും എന്ന് പറയുന്നു. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ സുന്ദര കവാടം എന്ന് വിളിക്കുന്ന ദേവാലയത്തിന്റെ വാതിൽക്കൽ ജന്മനാ മുടന്തനായ ഒരു മനുഷ്യൻ കിടന്നിരുന്നു. അവൻ അവനെ കണ്ടപ്പോൾ ഭിക്ഷയാചിക്കുന്നു. പത്രോസും യോഹന്നാനും അവന് നേരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറയുന്നു, ഞങ്ങളുടെ നേരെ നോക്കുക. എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് അവൻ നോക്കി. അപ്പോൾ പത്രോസ് പറയുന്നു, വെള്ളിയോ സ്വർണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് വലതു കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഉടൻ തന്നെ അവന്റെ പാദങ്ങളും കണങ്കാലുകളും ബലം പ്രാപിച്ചു. അവൻ ചാടി എഴുന്നേറ്റ് നടന്നും കുതിച്ചു ചാടിയും ദൈവത്തെ സ്തുതിച്ചും കൊണ്ട് അവൻ അവരോടൊപ്പം ദേവാലയത്തിൽ പ്രവേശിച്ചു. കണ്ടു നിന്നിരുന്നവർ അമ്പരന്ന് നിൽക്കുകയാണ്. നിയമാവർത്തനം 28:10 പറയും, കർത്താവിന്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടുമെന്ന്. ഭിക്ഷയാചിച്ചിരുന്ന ആ മനുഷ്യന് യേശുവിന്റെ വിലയുള്ള നാമത്തിന്റെ ശക്തിയാണ് അവർ കൊടുത്തത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കും സമ്പത്തോ സ്ഥാനങ്ങളോ മറ്റു ആഡംബരങ്ങൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും യേശു ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. യേശു ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിജയത്തിലെത്തും. യേശുവിന്റെ നാമം മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുവാനായിട്ട് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പത്രോസിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് യേശുവിന്റെ വിലയുള്ള നാമം മാത്രമാണ്. അത് ആ മനുഷ്യനിലേക്ക് പകർന്നപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കുതിച്ചു ചാടിയ ആ സന്തോഷവും യേശുവിന്റെ വിലയേറിയ നാമം ശിരസിൽ വഹിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹവും നമുക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.